ഇന്നത്തെ വ്യാപാരത്തിൽ ലൈഫ് ടൈം ഹൈ ടച്ച് ചെയ്ത് മുന്നേറുന്ന ഒരു ഓഹരിയെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, അതായത് ഹുഡ്കോ. ഓഹരികൾ ഇന്ന് 18% നേട്ടത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ, പ്രൊജക്ട് ഫിനാൻസ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഈ ഒരു കമ്പനി. ഭവന, നഗര അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നതിനായിട്ട് 14,500 കോടി രൂപ വരെ നിക്ഷേപിക്കുന്നതിന് ഗുജറാത്ത് സംസ്ഥാന സർക്കാരുമായി ഹുഡ്കോ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവച്ചതിന് പിന്നാലെയാണ് ഓഹരികൾ ഇന്ന് മികച്ച മുന്നേറ്റം കൈവരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ നടപ്പിലാക്കി സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള വികസനമാണ് ഗുജറാത്ത് സർക്കാർ ഈ ഒരു പ്രോജക്റ്റിലൂടെ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. ഒരു ടെക്നോ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ രാജ്യത്തെ ഭവന, നഗര വികസന പദ്ധതികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ബിസിനസ്സിലാണ് ഈ കമ്പനി പ്രധാനമായിട്ടും ഏർപ്പെട്ടിരിക്കുന്നത്. ഇനി കമ്പനിയുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 1956 കമ്പനി ആക്ട് പ്രകാരം പൂർണ്ണ ഉടമസ്ഥതയിലുള്ള സർക്കാർ കമ്പനിയായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണിത്. നിലവിലെ ഇൻഫ്രാ പ്രോജക്ട്സ് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിന്റെ സാന്നിധ്യത്തിൽ ഹുഡ്കോ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സഞ്ജയ് കുൽശ്രേഷ്ഠയും സ്റ്റേറ്റ് ഒഫീഷ്യൽസും ചേർന്നാണ് ഈ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിട്ടുള്ളത്. കൂടാതെ ജനുവരിയിൽ നടക്കുന്ന വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റ് 2024 മുന്നോടിയായി ഭവന, അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി ബാങ്കിംഗ്, ധനകാര്യ സേവന സ്ഥാപനങ്ങളിൽ നിന്ന് നിക്ഷേപത്തിനുള്ള നിർദ്ദേശങ്ങളും സംസ്ഥാന സർക്കാർ ക്ഷണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ അനൗൺസ്മെന്റിന് ശേഷം 8% ഉയർച്ചയാണ് ഓഹരികൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു നേട്ടം ഇന്നും ഇപ്പോൾ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഓഹരികൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റേഞ്ച് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 130 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ് ഓഹരികൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് 115 രൂപ എന്നുള്ള ഒരു നിലയിലായിരുന്നു. അവിടെ നിന്നും 136 രൂപയാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ഹൈ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു സ്റ്റോക്കിന്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കൂടി ഒന്ന് പരിശോധിക്കാം. ഏറ്റവും പുതിയ ഡീറ്റെയിൽസ് അനുസരിച്ച് കമ്പനിയുടെ 81.8% സർക്കാരിന്റെ കൈവശമാണുള്ളത്. FIIകൾ 0.65% പങ്കാളിത്തവും DIIകൾക്ക് 7.16%, ബാക്കി വരുന്ന 10% ഓഹരി പൊതുജനങ്ങളുടെ കൈവശവുമാണുള്ളത്. മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഈ ഒരു പൊതുമേഖലാ കമ്പനിയുടെ ഓഹരികൾ 63% ഉയർച്ച കൂടി വെച്ചിട്ടുണ്ട് എന്ന് വേണം നിക്ഷേപകർ മനസ്സിലാക്കാൻ. ഈ വർഷം 160% നേട്ടമാണ് ഈ ഒരു ഓഹരി നിക്ഷേപകർക്ക് നൽകി കഴിഞ്ഞിട്ടുള്ളത്. PSU കമ്പനികൾ ഈ ഒരു 2023 എന്നുള്ള ഒരു വർഷത്തിൽ തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു നേട്ടത്തിന്റെ കരുത്തിൽ തന്നെ ഹുഡ്കോ ഓഹരികളും മികച്ച ഒരു മുന്നേറ്റം തന്നെയാണ് പ്രകടമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇയർ ടു ടിൽ ഡേറ്റ് പെർഫോമൻസ് പരിശോധിക്കുമ്പോഴും 160.84% നേട്ടവും, ഈ ഒരു 3 വർഷ കാലയളവിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 237.89% നേട്ടം നിക്ഷേപകർക്ക് ഈ ഒരു കമ്പനി നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. അവസാന ക്വാർട്ടർലി റിസൾട്ട്സുകളിലും കമ്പനി മികച്ച ഒരു നേട്ടമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അറ്റാദായം 14% വർദ്ധിച്ച് 451.69 കോടി രൂപയായിരുന്നു. രണ്ടാം പാദത്തിൽ ഹുഡ്കോ 1,880.85 കോടി രൂപ, അതായത് ഉയർന്ന മൊത്ത വരുമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻ വർഷത്തിൽ ഇത് 1,746.87 കോടി രൂപയായിരുന്നു. ഇൻട്രസ്റ്റ് ഇൻകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,722.74 കോടി രൂപയിൽ നിന്ന് 1,844 കോടി രൂപയായിട്ടാണ് കമ്പനി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ സാമൂഹികവും സാമ്പത്തികവുമായ അടിസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രധാനമായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സിന് രാജ്യം കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷൻ ഒക്കെ വരുന്ന ആ ഒരു സമയങ്ങളിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഇത്തരത്തിലുള്ള അടിസ്ഥാന ഘടകങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കമ്പനി എന്ന നിലയിൽ ഈ കമ്പനിക്ക് മികച്ച പൊട്ടൻഷ്യലാണ് മുന്നോട്ട് അനലിസ്റ്റുകൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഓഹരി മികച്ച നേട്ടം കൈവരിക്കാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കമ്പനിയുടെ ഒരു 52 വീക്ക് ഹൈ, ഈ ഒരു ഓഹരിയുടെ 52 വീക്ക് ഹൈ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള 136 രൂപ എന്നുള്ള ഒരു പുതിയ ഉയരമാണ് കമ്പനി കുറിച്ചിരിക്കുന്നത്. 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നില രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വർഷം
വർഷം തന്നെ മാർച്ച് 29 രേഖപ്പെടുത്തിയ 40.40 പൈസ എന്ന ഒരു നിലവാരവും കൂടിയാണ്. ഏതായാലും ആ ഒരു മികച്ച നേട്ടം ഹൗസിംഗ് അർബൻ ഡെവലപ്മെന്റിന്റെ ഓഹരികൾ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. ഈ മിനിറ്റുകളിൽ ഓഹരി രേഖപ്പെടുത്തുന്ന ഒരു മുന്നേറ്റം 13.38%.